നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം മെഗാ ക്യാമ്പ് നടത്തി. ബാങ്ക് നിക്ഷേപങ്ങൾ അവകാശികളെ കണ്ടെത്തി നൽകാനായി സംഘടിപ്പിച്ച ബാങ്ക് അദാലത്ത് നടത്തി. ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ 5.76 ലക്ഷം അക്കൗണ്ടുകളിലായി കെട്ടിക്കിടക്കുന്നത് 126.54 കോടി രൂപ. വി.കെ. ശ്രീകണ്ഠൻ എം.പി. ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കാതിരിക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ ജാഗ്രത പാലിക്കണമെന്നും എം.പി. പറഞ്ഞു. അവകാശങ്ങളുണ്ടായിട്ടും അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുന്ന സ്ഥിതിക്ക് ശാശ്വത പരിഹാരമുണ്ടാവണം. സ്വകാര്യ ബാങ്കുകളുടെ കടന്നുകയറ്റവും സാധാരണക്കാരെ കൂച്ചുവിലങ്ങിടുന്ന നയങ്ങൾക്കും പ്രതിരോധം തീർക്കേണ്ടത് പൊതുമേഖലാ ബാങ്കുകളാണ്. പൊതുമേഖലാ ബാങ്കുകൾ കുത്തകകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് അനുവദിക്കാത്തത് ഖേദകരമാണെന്നും എം.പി. പറഞ്ഞു. യഥാർത്ഥ അവകാശികളിലേക്ക് എത്തിയത് നമുക്കറിയാം. രാജ്യത്ത് തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇതുപോലെ അൺഐഡന്റിഫൈഡ് അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും മരണപ്പെട്ടു പോയതും അല്ലെങ്കിൽ അവകാശ തർക്കങ്ങളുള്ളതും നിയമത്തിൻ്റെ നൂലാമാലകളുള്ളതും ഒക്കെ ആയിട്ടുണ്ടാവും. ഇത് ബാങ്കിന് മാത്രമല്ല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഈ തുക ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ വായിച്ചപ്പോഴാണ് നമ്മൾക്കും ഞെട്ടലുണ്ടായത്. അപ്പോൾ എന്തായാലും പാലക്കാട് ജില്ലയിൽ സാധാരണക്കാരായ ആളുകളുടെ അക്കൗണ്ടാണ് 5 ലക്ഷത്തിലധികം ആളുകൾ കൂടി 126 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയല്ല. സ്വാഭാവികമായിട്ടും അതിനായി പ്രത്യേകമായ ഒരു ആപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും ഇതിന്റെ ഒരു പ്രചരണം നടത്താൻ വേണ്ടിയുമാണ് ഇത്തരത്തിലൊരു ജില്ലാ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നാഷണലൈസ്ഡ് മൊത്തത്തിൽ രാജ്യത്തോട്ടല്ലോ അല്ലേ, രാജ്യം മുഴുവൻ RBIയുടെ കൺട്രോളിലൊക്കെ ഇന്ന് കേരളത്തിൽ 6 ജില്ലകളിലായിട്ട് ക്യാമ്പ് ആരംഭിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നവർക്ക് ഭൂരിപക്ഷം പേർക്കും പൈസ കിട്ടാനുള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ്യവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടെയാണ് ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിച്ചത്. 10 വർഷത്തിലേറെയായി ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൗണ്ടുകളാണ് അവകാശികളില്ലാത്ത അക്കൗണ്ടായി പരിഗണിക്കുന്നത്. നിക്ഷേപകർ മരിച്ചു പോവുക, വിദേശത്ത് പോവുക തുടങ്ങിയ കാരണങ്ങളാൽ അക്കൗണ്ടുകളിൽ ഇടപാടുകൾ മുടങ്ങാറുണ്ട്. ചിലരുടെ അനന്തരാവകാശികൾക്കും അക്കൗണ്ടിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. ഇത്തരം നിക്ഷേപങ്ങൾ അക്കൗണ്ട് ഉടമയ്ക്കോ അവകാശികൾക്കോ തിരിച്ചു നൽകാനായി നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശമെന്ന പേരിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, പെൻഷൻ ഫണ്ടുകൾ, ഫിനാൻഷ്യൽ ലിറ്ററസി സെന്ററുകൾ എന്നിവയുടെ സഹായ കൗണ്ടറുകളും പ്രവർത്തിച്ചു. അവകാശികളാണെന്ന് ബോധ്യമായാൽ തുക തിരികെ ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും തുടർ നടപടികൾക്കായി എല്ലാ ബാങ്കുകളിലും സഹായ കേന്ദ്രങ്ങളും പ്രവർത്തിക്കും. ലീഡ് ജില്ലാ മാനേജർ PT അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളായ കവിതാറാം, അജിത് കുര്യൻ, രാജഗോപാൽ, സുമാ ഹർഷൻ, രൂപ ലേഖ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.